എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു തായ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ഇവനാണെങ്കിൽ അമിനേഷ്യ എന്ന് പറഞ്ഞൊരു ഡിസീസുണ്ട്. പക്ഷേ സാധാരണ അമിനേഷ്യ പോലെയല്ല. ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ്. അവന് അന്ന് സംഭവിക്കുന്ന കാര്യങ്ങൾ ഉറങ്ങി എണീറ്റ് പിറ്റേ ദിവസം ആകുമ്പോൾ അവനെല്ലാം മറന്നു പോവും. ഉദാഹരണത്തിന് ഇന്നത്തെ ദിവസം അവൻ ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ആ ആളെ അവന് ഓർമ്മ കാണില്ല. ഇന്നത്തെ ദിവസം മാത്രമല്ല, അവൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവങ്ങളും അവന് ഓർമ്മ കാണില്ല. പുതിയൊരു വ്യക്തിയായിട്ടായിരിക്കും അവൻ പിറ്റേ ദിവസം എണീക്കുന്നത്. ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. ഇവൻ്റെ പാരൻസും ഇവൻ്റെ ബ്രദറും ഒക്കെ ഇവൻ ഓരോ ദിവസം എണീക്കപ്പോഴും ഞാൻ നിൻ്റെ പാരൻ്റാണ്, ഞാൻ നിൻ്റെ ബ്രദറാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവർ പറയുന്നതാണ് ഇവൻ എപ്പോഴും വിശ്വസിക്കുന്നതും. ഇവൻ്റെ ബോയ് ഫ്രണ്ടും ഓരോ ദിവസം അവനെ സ്വയം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട്. ഇവൻ്റെ പാരൻസ് ഇവൻ്റെ റിയൽ പാരൻസ് അല്ല, ഇവൻ്റെ അഡോപ്റ്റീവ് പാരൻസ് ആണ്. പക്ഷേ ആ സത്യം ഇവനറിയില്ല. അവൻ്റെ പാരൻസ് ആണെന്ന് വിചാരിച്ച് അവരെന്ത് പറയുന്നു അത് മാത്രമാണ് അവൻ എപ്പോഴും വിശ്വസിച്ചിരുന്നത്. ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഈ സത്യങ്ങളെല്ലാം കണ്ടുപിടിച്ചപ്പോഴത്തേക്കും ഇവനത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവൻ്റെ റിയൽ പാരൻസിനെ കാണാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവൻ്റെ അഡോപ്റ്റീവ് പാരൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഇവർ തീരുമാനിക്കുന്നുണ്ട്. അവിടെ ചെന്ന് ഇവർ സംസാരിക്കപ്പോഴത്തേക്ക് ഇവർ പറയുന്നത് നീ എൻ്റെ ശരിക്കുള്ള മകനാണ്. നിങ്ങൾ അവരുടെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ അവന് കൺഫ്യൂഷൻ ആവുന്നുണ്ട്. ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയാതെ അവൻ കൺഫ്യൂഷനായിരിക്കുകയാണ്. ഇവൻ്റെ ബോയ് ഫ്രണ്ടിനെ ആണെങ്കിലും ഇവരെ പേരൻസിനെ ആണെങ്കിലും ഇവർ രാവിലെ പറയുമ്പോൾ ആണ് ഇവന് മനസ്സിലാക്കുന്നതും അവർ പറയുന്നത് വിശ്വസിച്ചാണ് ഇവൻ മുമ്പോട്ട് പോകുന്നതും. ഇതിലാരാണ് പറയുന്നത് കേൾക്കേണ്ടതെന്ന് അറിയാതെ അവൻ കൺഫ്യൂസ് ആവുകയും സ്ട്രെസ് ആവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സ്ട്രെസ്സിൽ അവൻ ഇമോഷണലി ഒരുപാട് വീക്കായിട്ട് കരയുകയും അങ്ങനെ അവൻ ഫെയിൻ്റായി വീഴുകയും ചെയ്യുന്നുണ്ട്. അവൻ്റെ ബോയ് ഫ്രണ്ട് അവനെ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അവിടെ വെച്ച് അവൻ്റെ ബ്രദർ ഇവൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് കുറച്ച് സത്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവനെ ശരിക്കും ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തെടുത്തതാണ്. എൻ്റെ ശരിക്കുമുള്ള ബ്രദർ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവന് പകരമായിട്ട് ദൈവം നമുക്ക് തന്ന ആളാണിവൻ. ഇവനെ നമ്മളെ സ്വന്തം മകനെ പോലെ തന്നെയാണ് കാണുന്നത്. ഇവനെ നമ്മളിൽ നിന്ന് പിരിക്കരുത് എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഈ സത്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പലപ്പോഴും ഇവർ പറയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇതുപോലെ അവൻ ഫെയിൻ്റായിട്ട് വീഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും കണ്ണു തുറക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും മറന്നു പോയിട്ടുണ്ടായിരുന്നു. താങ്ക് യു.